സുഗമമായ മകരവിളക്ക് ദർശനത്തിന് കൂടുതൽ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും നടപ്പാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നാളെ മുതൽ നിലയ്ക്കലിലാകും പ്രവർത്തിക്കുക. വിർച്വൽ സ്പോട്ട് ബുക്കിംഗ് നടത്താത്ത തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിടില്ലെന്നും PS പ്രശാന്ത് ഇന്ന് 24 പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇപ്പോൾ സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സ്പോട്ട് ബുക്കിംഗ് പമ്പയിൽ സ്ഥാപിച്ചിരിക്കുന്ന തത്സമയ ബുക്കിംഗ് സെൻറ്ററിലേക്ക് പ്രവാഹമാണ്. ഇവിടെയുള്ള തത്സമയ ബുക്കിംഗ് സെൻറ്റർ നമ്മൾ നാളെ മുതൽ നിലയ്ക്കലേക്ക് മാറ്റുകയാണ്. നാളെ നിലയ്ക്കൽ ഒരു വലിയ ജർമ്മൻ പന്തലുണ്ട്, 20 ചതുരശ്ര ഇതിലുള്ള ഉണ്ട്, അവിടേക്ക് മാറ്റുകയാണ്. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം 5000 കുറയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നാളെ മുതൽ. അതുകൊണ്ട് തന്നെ ഈ 11-ാം തീയതി ശേഷം പൂർണ്ണമായും ഈ വനമേഖലയിൽ കൂടിയുള്ള യാത്ര നിരോധിക്കുകയാണ്. ഇത് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷയെ കരുതി മാത്രമാണ്, അല്ലാതെ മറ്റൊരു കാര്യമല്ല. ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ വരുമ്പോൾ നിലയ്ക്കൽ വഴിയാണ് വരുന്നത്. അവിടെ കൃത്യമായും വെർച്വൽ ക്യൂ ഇല്ലാത്ത ആളുകളെ അവിടെ ഇറക്കി പോലീസ് വെരിഫൈ ചെയ്ത് വെർച്വൽ ക്യൂ ലഭിച്ചിട്ട് ഇങ്ങോട്ട് വരികയുള്ളൂ. ശബരിമല സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് തത്സമയം ചേരുന്നു. രാഹുൽ സുരേഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മകരവിളക്ക് പ്രമാണിച്ച് കൂടുതൽ ക്രമീകരണങ്ങൾ നടത്തും എന്നാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്? SKN മകരവിളക്കിന് മുന്നോടിയായുള്ള തീർത്ഥാടക പ്രവാഹം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലിലും ഉൾപ്പെടെ ചില നിയന്ത്രണങ്ങൾ, ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അതിൽ PS പ്രശാന്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് സ്പോട്ട് ബുക്കിങ്ങുകൾ നാളെ മുതൽ പൂർണ്ണമായും നിലയ്ക്കലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ്. നിലവിൽ പമ്പയിലാണ് 10 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് പൂർണ്ണമായും നിലയ്ക്കലിലേക്ക് മാറ്റുകയാണ്. നാളെ മുതൽ സ്പോട്ട് ബുക്കിങ്ങോ വെർച്വൽ ക്യൂവോ ചെയ്യാത്ത ഒരു തീർത്ഥാടകനെ പോലും നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് കടത്തിവിടില്ല എന്നാണ് PS പ്രശാന്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 11-ാം തീയതി മുതൽ കാനനപാത വഴിയുള്ള തീർത്ഥാടനം നിരോധിക്കുകയാണ്. ഒരു തീർത്ഥാടകനെ പോലും കാനനപാത വഴി സന്നിധാനത്തേക്ക് കടത്തിവിടില്ല എന്ന് പറയുന്നു. നിലവിൽ 5000-ഓളം തീർത്ഥാടകരാണ് ഇടുക്കിയിൽ നിന്നുൾപ്പെടെ കാനനപാതകൾ വഴി സന്നിധാനത്തേക്ക് എത്തുന്നത്. അത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ പോവുകയാണ്. ഒരാളെ പോലും 11-ാം തീയതി മുതൽ കടത്തിവിടില്ല. അതുമാത്രമല്ല, ചെറിയ വാഹനങ്ങൾ നിലവിൽ പമ്പയിൽ പാർക്കിംഗ് സൗകര്യം നൽകുന്നുണ്ട്. 13-ാം തീയതി മുതൽ ഈ പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് തീർത്ഥാടകരെ പമ്പയിൽ ഇറക്കിവിട്ട ശേഷം, അവിടെ ഇറക്കിയ ശേഷം ഈ വാഹനങ്ങൾ തിരികെ നിലയ്ക്കലിൽ പോയി പാർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, നാളെ മുതൽ തിങ്കളാഴ്ച വരെ സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം 5000-ആയി ക്രമീകരിക്കുകയാണ്. അതുമാത്രമല്ല, മകരവിളക്ക് ദിനമായ ചൊവ്വാഴ്ച സ്പോട്ട് ബുക്കിംഗ് 1000-ആയും ക്രമീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്തുന്ന തീർത്ഥാടകർ 50% ആളുകളും ഇവിടെ തന്നെ വിരിവെച്ച് കഴിയുകയാണ്. ഇനിയും മകരവിളക്കിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ എത്തുകയാണെങ്കിൽ അത് നിയന്ത്രണ വിധേയമാകാൻ, അതായത് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമാകും. അതിൻ്റെ ഭാഗമായി തന്നെ ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പോകുന്നത്. മണ്ഡലകാലം ആരംഭിച്ച മുതൽ ഇതുവരെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോവുകയാണ്. അത് മകരവിളക്കിൻ്റെ അവസാനം എത്തുന്ന തീർത്ഥാടകനും സുഗമ ദർശനം നൽകണം എന്ന ഉറച്ച വിശ്വാസത്തോടെയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നടപ്പാക്കാൻ പോകുന്നത്. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.